വെൽക്കം ടു എക്സൽ മാത്സ്. പോളിഗൺസ് എന്നൊരു ന്യൂ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പോളിഗൺസ് എന്ന് വെച്ചാൽ എന്താ? മൂന്നോ അതിൽ കൂടുതലോ സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. എ പോളിഗൺ ഈസ് എ പ്ലെയിൻ ക്ലോസ്ഡ് ഫിഗർ വിച്ച് ഹാസ് 3 or more than 3 sides അല്ലെങ്കിൽ വെർട്ടീസസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 3 ആണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള സൈഡ് വേണ്ടത്. അപ്പൊ ഏറ്റവും ചെറിയ പോളിഗൺ ഏതായിരിക്കും? ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ഓരോ സൈസ് ഉള്ള പോളിഗൺസ് ഞാൻ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡ്സ്. ഇനി ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ എത്ര സൈഡിലുള്ള പോളിഗണാ? 4 സൈഡ്സ്. ഇതെന്ന് പറയുമ്പോൾ 5 സൈഡ്സ് എന്ന് പറയുമ്പോൾ പെന്റഗൺ. ഇത് 6 സൈഡ്സ് ഹെക്സഗൺ. ഇത് 7 സൈഡ്സ് ഹെപ്റ്റഗൺ. ഇത് 8 സൈഡ്സ് ഒക്ടഗൺ. ഇങ്ങനെ എത്ര സൈഡ്സ് നമ്പർ സൈഡ്സിന്റെ അല്ലെങ്കിൽ വെർട്ടീസിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഓരോരോ പോളിഗൺ ആയിട്ട് വരും. അതിന് ഓരോ പേരും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പോളിഗൺസിന്റെ ആംഗിൾസും അതിന്റെ സമ്മും ഇങ്ങനെ കണ്ട് ഒരു പോളിഗൺ എത്ര ആണ്, ടോട്ടൽ ആംഗിൾ എത്ര, മെഷർമെന്റ് എത്ര, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ കേസ് എടുക്കാൻ നമുക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് അറിയാം. എത്രയാ ഒരു ആംഗിളിന്റെ സമ്മ് ആണത്? 180 ഡിഗ്രി അല്ലെ? ഇനി ക്വാഡ്രിലാറ്ററലിന്റെ ഒരു 4 ആംഗിൾസ് കൂടി കഴിഞ്ഞ സം എത്രയാണെന്ന് നമുക്ക് അറിയാം. ഓൾറെഡി അറിയാം, 360 ആണ്. അതല്ലാതെ നമുക്കിത് ഈ ട്രയാങ്കിളിൽ ഇത് വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ ഓൾട്ടർനേറ്റ് വെർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ വെർട്ടീസും ഈ വെർട്ടെക്സും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി അല്ലെ? അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പൊ മറ്റു ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി. അതായത് 2 × 180 ഡിഗ്രി. 2 സൈഡ് 2 ട്രയാങ്കിൾ ഉണ്ട്, അതുകൊണ്ട് 2 × 180 ഡിഗ്രി 360 ഡിഗ്രി നമുക്ക് കിട്ടി. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇതേ കേസ് തന്നെ നമുക്ക് പെന്റഗണിൽ നോക്കാം. പെന്റഗണിന് ഇതുപോലെ തന്നെ ഞാൻ ഒരു ഡയഗണൽ വെച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്. ഓൾട്ടർനേറ്റ് വെർട്ടിക്സ് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ട്രയാങ്കിൾ ഒരു ക്വാഡ്രിലാറ്ററലും കിട്ടി അല്ലെ? അതായത് ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ആണെന്ന് അറിയാം. പിന്നെ ട്രയാങ്കിളിന്റെ 180 ആണെന്ന് അറിയാം. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 540 കിട്ടും. ഇനി ഇതിങ്ങനെ അല്ലാതെ ഇനിയും എനിക്ക് ക്വാഡ്രിലാറ്ററലിനെ സ്പ്ലിറ്റ് ചെയ്യാലോ. ഇതേ വെർട്ടെക്സ് ഇത് എനിക്ക് അടുത്ത ഓൾട്ടർനേറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കാം. അപ്പൊ എനിക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 3 ട്രയാങ്കിൾസ് കിട്ടി. 1 2 3. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 3 × 180 = 540 ഡിഗ്രി. കണ്ടോ? ഇനി അടുത്തത് ഇതെന്താ? 6 സൈഡ് എന്ന് പറയുന്നത് ഹെക്സഗൺ. ഹെക്സഗണിന്റെ ഇതുപോലെ തന്നെ നോക്കാം. ഓൾട്ടർനേറ്റ് വെർട്ടെക്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാം. അതെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇതൊരു ട്രയാങ്കിളും പിന്നെ ഉള്ളത് ഒരു പെന്റഗണുമാണ്. 5 സൈഡുള്ള 1 2 3 4 5 സൈഡുള്ള പെന്റഗണും ഒരു ട്രയാങ്കിളും കിട്ടി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പെന്റഗണിന്റെ 540 + 180 കൂട്ടാം. അതെന്ന് പറയുമ്പോൾ 720 കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇനിയും ഇതിനെ ഈ പെന്റഗണിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ വെർട്ടെക്സിൽ നിന്ന് തന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഇപ്പോ എനിക്ക് 2 ട്രയാങ്കിളും ഒരു ക്വാഡ്രിലാറ്ററലും ആയി. അത് ഇനി എനിക്ക് വെർട്ടെക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത വെർട്ടെക്സിലേക്കും വരയ്ക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 1 2 3 4 ട്രയാങ്കിൾസ് കിട്ടി. അപ്പൊ 4 × 180 ഡിഗ്രി 720. ഓക്കെ, ഇനി അടുത്തതിന്റെ കേസ് 7 എന്ന് പറയുമ്പോൾ ഹെപ്റ്റഗൺ എന്നാണ് പറയാ. ഹെപ്റ്റഗൺ ഈ പോളിഗണിന്റെ പറയുന്ന പേരാണ്. 7 സൈഡ്സ് അല്ലെങ്കിൽ 7 വെർട്ടീസസ് ഉള്ള ഒരു പോളിഗണിന്റെ പറയുന്ന പേരാണ് ഹെപ്റ്റഗൺ. ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഓൾട്ടർനേറ്റ് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്തു? 1 2 3. എത്ര ലൈൻസ് വന്നു? 1 2 3 4 ലൈൻസ് വന്നു. എത്ര ട്രയാങ്കിൾ വന്നു? 1 2 3 4 5. അപ്പൊ 5 × 180 ചെയ്യണം. 5 × 180 എന്ന് പറയുമ്പോൾ എത്രയാ? 0 44 900 ഡിഗ്രിയാണ് ഒരു ഹെപ്റ്റഗണിന്റെ ആംഗിൾസിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കേസസ് നോക്കി. ഇതില് ഈ കേസ് എടുക്കുക. ഇവിടെ എത്ര ലൈൻ വന്നിട്ടുണ്ട്? 1 ലൈൻ, അതായത് 1 ഡയഗണൽ വന്നിട്ടുണ്ട്. അതുപോലെ 2 ട്രയാങ്കിൾ ആണ് കിട്ടിയേക്കണം. ഇവിടെ വന്നപ്പോഴോ 2 ലൈൻസ് വന്നു. അത് നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി. ഇതിന്റെ സൈഡിന്റെ എത്ര സൈഡ്സ് ഉണ്ട്? ഇതിന് 5 സൈഡ്സ്. നമുക്ക് 2 കുറച്ച് 3 ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. എത്ര സൈഡ്സ് ഉണ്ടോ അതിൽ നിന്ന് 2 കുറച്ചിട്ട്. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്
അല്ലെങ്കിൽ 4 വെർട്ടീസസ് ഉണ്ട്. അതിൽ നിന്ന് 2 കുറച്ച് 2 into 1, അതായത് 2 ട്രയാങ്കിൾ കിട്ടി. ഇവിടെ വന്നപ്പോഴോ എത്ര സൈഡാണ് ഇതിനുള്ളത്? 6 സൈഡ്സ് അല്ലെ? 6 നിന്ന് 2 കുറച്ചപ്പോ നമുക്ക് 4 കിട്ടി. 4 into 180, അതായത് 4 ട്രയാങ്കിൾസ് കിട്ടി. മനസ്സിലായില്ലേ? അതുപോലെ ഇവിടെ വന്നപ്പോഴോ ഇവിടെ എന്ന് പറയുന്നത് 7 സൈഡ്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് 2 കുറച്ചപ്പോ 5 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. 1 2 3 4 5. എത്ര ലൈൻസ് ആ? 1 2 3 4. 4 ലൈൻസ് വന്നു. അതുപോലെ 5 ട്രയാങ്കിൾസ് വന്നു. ഇവിടെ എന്ന് പറയുമ്പോഴോ 3 ലൈൻസും വന്നു, 4 ട്രയാങ്കിൾസ് വന്നു. ഓക്കെ, ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ 2 ലൈൻസും 3 ട്രയാങ്കിൾസും. ഓക്കെ, ഈ വന്നതനുസരിച്ച് ഈ എല്ലാ കേസസും വന്നതുപോലെ നമുക്ക് ഇത് വരയ്ക്കാതെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരു ഒക്ടഗന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? ആംഗിൾ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 - 2 into 180 ഡിഗ്രി. 8 - 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 into 180 ഡിഗ്രി. 0 48 4 10 1080 ഡിഗ്രി. ഓക്കെ, അപ്പോ ഓരോ പോളിഗന്റെയും മെഷർമെന്റ് ആംഗിൾ സം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ജനറൽ ആയിട്ട് പറയാൻ പറ്റൂലോ. ഒരു n വെർട്ടീസസ് ഉള്ള ഒരു പോളിഗൺ അല്ലെങ്കിൽ n സൈഡ്സ് ഉള്ള ഒരു പോളിഗന്റെ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n - 2 into 180 ആയിരിക്കും. എങ്ങനെയായിരിക്കും വരിക? അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n - 2 into 180 ഡിഗ്രി. ഇതാണ് ഒരു n വെർട്ടീസസ് ഉള്ള ഒരു പോളിഗന്റെ സം ഓഫ് ദി ആംഗിൾസ്. ഓക്കെ, ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് മെഷർമെന്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. n ആണ് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പൊ n ഉള്ളത് ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 - 2 1 1 into 180 180. ഇനി ഇതെന്ന് പറയുമ്പോൾ 4 സൈഡ്സ്. 4 - 2 2 2 into 180 360. അങ്ങനെ എത്ര സൈഡുള്ള പോളിഗൺ ആണോ ആ നമ്പർ ഇവിടെ ഇട്ട് നമുക്ക് ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോളിഗന്റെ ആംഗിളിന്റെ മെഷർമെന്റ് കിട്ടും, ടോട്ടൽ സം കിട്ടും. ഓക്കെ, ഇപ്പൊ അങ്ങനെയെങ്കിൽ ഒരു n വെർട്ടീസസ് ഉള്ള പോളിഗന്റെ അല്ലെങ്കിൽ ഈ കേസ് തന്നെ എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ 7 വെർട്ടീസസ് ഉള്ള ഒരു പോളിഗൺ ആണ്, അല്ലെങ്കിൽ 7 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ്. ആ പോളിഗന്റെ ഒരു വെർട്ടെക്സ് മാറ്റി നിർത്തിയ ബാക്കി എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വെർട്ടീസസ് ഉണ്ട് അല്ലെ? ഈ ഒരെണ്ണം മാറ്റി നിർത്തിയിട്ട് ബാക്കി 6 വെർട്ടീസസ് ഉണ്ട്. അതായത് n വെർട്ടീസസ് ഉള്ള ഒരു പോളിഗന്റെ ഒരു വെർട്ടെക്സ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി n - 1 വെർട്ടീസസ് ഉണ്ട്. ഈ n - 1 വെർട്ടീസസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും. ഏത് രണ്ടെണ്ണം ഒഴിവാക്കിക്കൊണ്ട്, ഈ രണ്ടെണ്ണം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള വെർട്ടീസസിലേക്ക് എല്ലാം നമ്മൾ ലൈൻസ് വെച്ച് ഡയഗണൽ വരച്ച് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് n - 1 പിന്നെ രണ്ടെണ്ണം കുറക്കണം തൊട്ടടുത്തുള്ള. അപ്പൊ ഈ വെർട്ടെക്സിന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കണം, തൊട്ട് ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന 2 വെർട്ടെക്സിലേക്ക് ഒഴിച്ച് ബാക്കി നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ എത്ര വെർട്ടെക്സിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്? n - 3. n - 3 വെർട്ടീസസിലേക്ക് നമ്മൾ ഇങ്ങനെ ഡയഗണൽ വരച്ച് ജോയിൻ ചെയ്യാണ്. ഓരോ തവണയും ഡയഗണൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലെ? ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. ബാക്കി ഒരു വേറൊരു പോളിഗൺ ആണ് കിട്ടണേ. അതിന് പിന്നെയും നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ അടുത്ത ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ബാക്കി ഒരു ഷേപ്പ് ഉള്ള ഒരു പോളിഗൺ വരും. ഇങ്ങനെ ഓരോ തവണയും വരച്ച് ലാസ്റ്റ് വരുമ്പോൾ ഇത്രയും ട്രയാങ്കിൾസും കിട്ടും. റിമൈനിങ് ആയിട്ട് വരുന്നതും ഒരു ട്രയാങ്കിൾ ആണ്. എക്സ്ട്രാ ഒരു ട്രയാങ്കിളും കൂടി കിട്ടും. അതായത് എത്ര n - 3 വെർട്ടീസസിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതിന്റെ അപ്പൊ ഓരോ തവണയും ജോയിൻ ചെയ്യുമ്പോൾ ഓരോ ട്രയാങ്കിൾ വെച്ച് കിട്ടും. അതായത് n - 3 ട്രയാങ്കിൾ കിട്ടി. പിന്നെ എക്സ്ട്രാ ലാസ്റ്റ് വരുന്ന ഒരു ട്രയാങ്കിളും കൂടി കിട്ടും. അതാണ് n - 2 എന്ന് മൊത്തത്തിൽ പറയുന്നത്. ഓരോ ട്രയാങ്കിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ആ പോളിഗന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? n - 2 into 180 ഡിഗ്രി. അങ്ങനെയാണ് ഇത് ഫോർമുലയിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോളിഗൺ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നാണ് ബാക്കി എല്ലാ അഡ്ജസന്റ് വെർട്ടീസസിലേക്കും നമ്മൾ അഡ്ജസന്റ് വെർട്ടീസസ് അല്ല, ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് വെർട്ടെക്സിലേക്ക് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് n - 1 ബാക്കി ഈ ഒരു വെർട്ടെക്സ് മാറ്റി നിർത്തിയ ബാക്കി n - 1 വെർട്ടീസസ് ഉണ്ട്. അതിൽ നിന്ന് ഈ വെർട്ടെക്സിന്റെ ഇങ്ങോട്ടും തൊട്ടടുത്തുള്ള അഡ്ജസന്റ് വെർട്ടീസസിലേക്ക് വരയ്ക്കില്ല. ബാക്കിയുള്ള ഇതിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ n - 1 ആ 2 വെർട്ടെക്സും കൂടി ഒഴിവാക്കുമ്പോൾ -2. അപ്പൊ അത് മൊത്തം n - 3 കിട്ടി. ഈ n - 3 വെർട്ടീസസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ട്രയാങ്കിൾ വെച്ച് കിട്ടും. അങ്ങനെ n - 3 ട്രയാങ്കിൾസ് കിട്ടി. എല്ലാം വരച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് റിമെയിൻ ചെയ്യുന്നതും ഒരു ട്രയാങ്കിൾ ആണ്. അതും കൂട്ടുമ്പോൾ +1. അപ്പൊ മൊത്തം എത്ര കിട്ടി? n - 2. അങ്ങനെ ഓരോ ട്രയാങ്കിളിന്റെ മെഷർമെന്റ് ആണ് 180. അതായത് n - 2 into 180. ഇതാണ് ഒരു പോളിഗന്റെ
സം കാണാൻ ആംഗിൾസിന്റെ സം കാണാനുള്ള ഫോർമുല n-2 into 180 ഡിഗ്രി. ഇനി നമുക്ക് ഔട്ടർ ആംഗിൾസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു ട്രയാങ്കിളിന്റെ കേസ് എടുക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് പറയുന്ന എന്ത് ആംഗിൾസ് ആണ്? ഇന്റീരിയർ ആംഗിൾസ്. അതായത് ട്രയാങ്കിളിന്റെ അകത്ത് വരുന്ന ആംഗിൾസ് ആയതുകൊണ്ടാണ് അതിനെ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഇന്നർ ആംഗിൾസ് എന്നും പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഔട്ടർ പുറത്ത് വരും. ഈ ട്രയാങ്കിളിന്റെ ഇപ്പൊ ഞാൻ ഈ ബി സി എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ ഡി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ എ സി ഡി, അതായത് ഈ ആംഗിളിനെ പറയുന്ന പേരെന്താ? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ. ഇങ്ങനെ വരുന്ന ആംഗിൾസിനെ പറയുന്ന പേരാണ് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ. ആംഗിൾ എ സി ഡി. ഓക്കെ, ഈ എ സി ഡിയും ആംഗിൾ എ സി ബിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ് റിലേഷൻ? ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ പെയർ. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? ഇവിടുത്തെ മൊത്തം മെഷർമെന്റ് എത്രയാ? 180 ഡിഗ്രി. അപ്പൊ 180യിൽ നിന്ന് നമ്മൾ ഈ മെഷർമെന്റ് കുറച്ചാൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. ഓക്കെ, ആംഗിൾ എ സി ഡി. അപ്പൊ ഇതിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ സി ബി. അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളോ അല്ലെങ്കിൽ ഈ ഇന്റീരിയർ ആംഗിളോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ മെഷർമെന്റ് അറിയാമെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് അറിയാവുന്ന ആംഗിളിന്റെ മെഷർമെന്റ് കുറച്ചാൽ നമുക്ക് മറ്റേത് കിട്ടും. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ എ സി എന്ന സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്, താഴോട്ട്. ഓക്കെ, ഇത് ഇ. അപ്പോ ബി സി ഇ, ആംഗിൾ ബി സി ഇ എന്ന് പറയുന്നതും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അത് ഏത് വെർട്ടെക്സിലാ? സി എന്ന വെർട്ടെക്സിൽ തന്നെ വരുന്ന അനദർ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ബി സി ഇ. ഓക്കെ, ഇനി ഈ ബി സിയും ആംഗിൾ എ സി ഡിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താ? ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. രണ്ട് ലൈൻസ് ക്രോസ് ചെയ്ത് വരുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾസ്, ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ പറയുന്നത് ഇങ്ങനെ വരുന്ന ആംഗിൾസ് ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോ ഈ രണ്ട് ആംഗിൾസ് ഒരു വെർട്ടെക്സിൽ തന്നെ ഫോം ചെയ്യുന്ന ഈ രണ്ട് ആംഗിൾസ്, രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കണേ? ഇത് നമുക്കറിയാം. ഇത് രണ്ടും ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ 180 മൈനസ് ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞു. എ സി ഡി എന്ന് പറഞ്ഞു അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ 180 മൈനസ് ആംഗിൾ എ സി ഡി ആണെന്ന്. അതുപോലെ തന്നെയല്ലേ ഇങ്ങോട്ടും. ഇത് മാറ്റി വെച്ച് നോക്കിയേ, ഇതും ലീനിയർ പെയർ ആണ്. അപ്പോ ഈ രണ്ട് ആംഗിൾസിന് ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 മൈനസ് ഈ ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് രണ്ടും സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഈ രണ്ട് ആംഗിളും ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഒരു വെർട്ടെക്സിൽ തന്നെ വരുന്ന ഓപ്പോസിറ്റ് കിടക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? Thus, two outer angles at the same vertex are equal. ഓക്കെ, ഒരു ട്രയാങ്കിളിന് എത്ര എക്സ്റ്റീരിയർ ആംഗിൾസ് വരയ്ക്കാൻ പറ്റും? എത്ര വെർട്ടെക്സ് ഉണ്ട് ട്രയാങ്കിളിന്? 3 വെർട്ടെക്സ്. അപ്പൊ ആ 3 വെർട്ടെക്സിലും നമുക്ക് ഇതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അത് ഒരു സൈഡ് മാത്രമല്ല, ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ 3 വെർട്ടെക്സിലും വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ ട്രയാങ്കിളിന് മാത്രമല്ല, ക്വാഡ്രിലാറ്ററൽ ആയാലും പെന്റഗൺ ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾസ് വരയ്ക്കാൻ പറ്റും. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ ഇഷ്ടമുള്ള പോലെ, താഴോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ടാണെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. എല്ലാം ഇതുപോലെ തന്നെ. അപ്പൊ സെയിം കേസസ് ആയിരിക്കും. 180 മൈനസ് ആ അടുത്ത ഇവിടുത്തെ ആംഗിൾ ആയിരിക്കും. നമുക്ക് അറിയാവുന്ന മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർമെന്റ് കിട്ടും. ഓക്കെ, so we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.